ഹലോ, നമുക്ക് ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഡേ കണ്ടാലോ? പ്രഗ്നൻസിയുടെ ടൈമില് നമ്മൾ അതും ഇതും കുറെ വാരി വലിച്ച് തിന്നിട്ട് ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് ജസ്റ്റേഷൻ ഡയബറ്റിക്കും കൂടി ഉള്ളപ്പോ. എന്റെ ഡയറ്റീഷ്യൻ എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ 1/4 ഓഫ് കാർബ്, 1/4 ഓഫ് പ്രോട്ടീൻ, പിന്നെ ഹാഫ് ഓഫ് വെജിറ്റബിൾസ് ആണ്. ട്വിൻസ് ആയതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പായതുകൊണ്ട് അവര് പറഞ്ഞത് പ്രോട്ടീൻ കുറച്ചും കൂടി കൂടുതൽ എടുത്തോളാനാണ്. ഇന്ന് രാവിലെ എനിക്ക് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആഡ് ചെയ്തിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം നടക്കണം, അത് നിർബന്ധം. മിഡ് മോർണിംഗ് മീലിന് നമുക്ക് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ആണ് കേട്ടോ. ഈ നട്ട്സും ഞാനും തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യത്തിലല്ല കേട്ടോ. ഇന്ന് പച്ചക്കറികൾ മാത്രമുള്ള ഒരു ലഞ്ചാണ്. കൂർക്ക, ഗ്രീൻ ബീൻസ്, വെണ്ടക്കായും പിന്നെ മുതിരയും. റൈസ് പിന്നെ പേരിന് എടുത്തിട്ടുള്ളൂ. ലഞ്ച് കഴിഞ്ഞ ഒരു 2 hours കഴിയുമ്പോഴാണ് നമ്മൾ ഇത്തിരി ഫ്രൂട്ട്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു കിവിയും ഒരു ഓറഞ്ചും. നമുക്കപ്പൊ ഇനി ഈവനിങ് മീൽ പ്രിപ്പയർ ചെയ്താലോ? പ്രഗ്നൻസിയിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ ഇത്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് നന്നായി സോട്ട് ആയി കഴിഞ്ഞാൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രോക്കോളിയും ക്യാരറ്റും സോട്ട് ചെയ്തെടുക്കാം. ഇനിയുള്ളത് മഷ്റൂമും സ്പിനാച്ചും ആണ്. അതും ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കാർബിന് വേണ്ടിയിട്ട് ഗാർലിക് ബ്രെഡ്, പിന്നെ ഓരോ ഉണ്ണികൾക്ക് ഓരോ എഗ് വീതം. പ്രോട്ടീനും സെറ്റ്. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ആദ്യം ഈ വെജിറ്റബിൾസ് എന്ന് പറയണത് എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിച്ചു തുടങ്ങിയപ്പോ ഒരു നേരത്തെ ഫുഡ് എന്തായാലും ഇതായിരിക്കും. കാണുമ്പോ ഹെവി ആയാലും ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. ഇനി നെക്സ്റ്റ് മോർണിംഗ് വരെ പിടിച്ചു നിൽക്കണ്ടേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതോടുകൂടി ഇന്നത്തെ ഫുഡിങ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ സീ യു ദെൻ.